അവർ രോഗികളുമേൽ കരങ്ങൾ വെക്കും. പറയാമോ? അവർ സൗഖ്യം പ്രാപിക്കും. അപ്പം എൻ്റെയും നിങ്ങളുടെയും കരങ്ങളിൽ രോഗശാന്തി വരവുണ്ട്. പക്ഷെ നമ്മൾ രോഗം വരുമ്പോൾ രോഗമുള്ള ഭാഗങ്ങളിലൊന്നും ആരും കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാറില്ല. അതുകൊണ്ട് സൗഖ്യം കിട്ടാറില്ല. അവർക്ക് പറയാമോ? ഹല്ലേലൂയ. അപ്പോൾ വിവിധ തരത്തിൽ നമ്മൾ മരുന്ന് കഴിക്കുന്നവരാണ്. രോഗം വന്നു കഴിഞ്ഞാൽ മരുന്ന് കഴിക്കണമെന്ന് ബൈബിളിലുണ്ട്. എന്നാൽ ഒരു വ്യക്തി രോഗിയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ബൈബിൾ പഠിപ്പിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകം 38:9 ഇവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: മകനെ, നീ രോഗം വരുമ്പോൾ എന്ന് പറയാമോ? അല്പം കൂടി സ്വരം വരുത്തി പറയാമോ? രോഗികൾ നന്നായിട്ട് ഒന്നുകൂടെ പറഞ്ഞേ. ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. വലതുവൃത്തി ഹല്ലേലൂയ ഉറക്കെ ഒന്ന് പറയാമോ? ശക്തിയോടെ പറയാമോ? എന്ന് പറഞ്ഞാൽ രോഗം വരുമ്പോൾ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് സൗഖ്യം. രോഗം വരുമ്പോൾ എല്ലാവരുടെയും പ്രത്യാശ നഷ്ടപ്പെട്ടു പോകും പ്രിയപ്പെട്ടവരെ. കാരണം സാത്താന്റെ തന്ത്രം എന്താണെന്നറിയോ? മനുഷ്യന്റെ മനസ്സിനെ അവരിടിച്ചു കളയും. രോഗം വരുമ്പോൾ രോഗത്തിലേക്ക് നോക്കും. അവർക്ക് പറയാമോ? ഹല്ലേലൂയ. എന്നിട്ട് വചനം പറഞ്ഞു കൊടുത്ത് ഒരുപാട് രോഗികൾ സുഖപ്പെടുന്നു. 9ഓളം ചേച്ചിമാരുടെ യൂട്രസിന്റെ മുഴ കർത്താവ് ഒരു വചനത്തിൽ സുഖപ്പെടുത്തി. ചിലപ്പോൾ നിങ്ങൾ യൂട്രസിന് മുഴ ഓപ്പറേഷനുള്ളവർ ചെയ്യാൻ ചിലപ്പോൾ ആൾക്കാരിനകത്ത് കാണും. ഒറ്റ വചനം. ആ വചനം ഇതാണ്, യാക്കോബിന്റെ ലേഖനം 5:15. അവിടെ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്: വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. അവർക്ക് പറയാമോ? രോഗിയെ സുഖപ്പെടുത്തും, അവനെ കർത്താവ് എഴുന്നേൽപ്പിക്കും. കണ്ടോ? ഒരു ചേച്ചി പെട്ടെന്ന് എടുത്തു. അത് ആവശ്യമുള്ള വചനമാണ് എഴുതാൻ. മത്തായി ദിവസം 10:30 ഒരു സിസ്റ്റർ അടക്കം എൻ്റെ അറിവിൽ 10 പേരുടെ മുടി കൊഴിച്ചിൽ നിന്ന വചനമാണ്. നിങ്ങളുടെ തലയിലെ ഓരോ മുടിനാരുകളും എണ്ണപ്പെട്ടിരിക്കുന്നു. കഷണ്ടിക്ക് ചേട്ടാ ബൈബിൾ വചനമുണ്ട്. കഷണ്ടിക്ക്. ഇപ്പം കഷണ്ടിക്കാർ പറക്കും ഇപ്പം ഏത് വചനമാണ്? അവർക്ക് പറയാമോ? ഹല്ലേലൂയ. ലേവിയുടെ പുസ്തകം 13:40 നെറ്റിയിൽ നിന്ന് മുടി കൊഴിഞ്ഞു പോകുന്നവൻ നെറ്റി കഷണ്ടിയാണ്, പക്ഷെ അവൻ ശുദ്ധനാണ്. ഇത് ഓസ്ട്രേലിയ 1.5 വയസ്സായ ഒരു കുഞ്ഞിൻ്റെ 2010 മാരകമായ ക്യാൻസർ രോഗമാണ്. ക്യാൻസർ രോഗം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തല്ല. 1.5 വയസ്സായ പെൺകുഞ്ഞിൻ്റെ കഴുത്തോട് ചുറ്റും ഉള്ളിൽ 9 മുഴയാണ്. അതിന് 4 മുഴകളും ക്യാൻസറാണെന്ന് 4 ഡോക്ടർമാർ വിധി എഴുതിയിട്ട് പറഞ്ഞു. 99% കൊച്ചിനെ കിട്ടത്തില്ല. അപ്പോൾ ആരോ നമ്പർ കൊടുത്താണ് വിളിക്കുന്നത്. വിളിച്ചപ്പോൾ അവരോട് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഈ കർത്താവ് വചനം തന്നു. ഞാനോട് പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അവരോട് ഞങ്ങൾ യാക്കോബക്കാരാണ്, ഞങ്ങൾക്ക് ചെറുപ്പകാലം കൂടെ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കൊച്ചിൻ്റെ രോഗം വന്നതോടുകൂടി, ഡോക്ടർ കിട്ടിയില്ലെന്നോട് പറഞ്ഞതോടുകൂടി അവരെല്ലാം വിശ്വാസം പോയി. അത് പറയാമോ? ഹല്ലേലൂയ. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ കരങ്ങളിൽ രോഗശാന്തി വരവുണ്ട്. നിങ്ങൾ 2 അപ്പനും അമ്മയും കൂടെ കൂടി കൊച്ചിന് തലയെ കൈ വെക്കാൻ പറഞ്ഞു. ഫോണിൽ കൂടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. മരിച്ചു ലാസനെ ഉറപ്പിച്ച്, അന്ധന് കാഴ്ച നൽകി, കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി, തറവാത രോഗിയെ സുഖപ്പെടുത്തി, രക്തസ്രാവക്കാരെ സുഖപ്പെടുത്തി. കർത്താവേ, നീ തൊട്ടവരും നിന്നെ തൊട്ടവരും സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. ഈ വചനത്തിലൂടെ മാരകമായ ഈ കുഞ്ഞിന്റെ ക്യാൻസറിന് മേല് വചനം മാംസം ധരിക്കട്ടെ. വലതുവൃത്തിൽ അല്ലരി ഉറക്കെ പറയാമോ? ശക്തിയോടെ പറയാമോ? പ്രിയപ്പെട്ടവരെ, 15 ദിവസം ഈ കൊച്ചിനെ സ്കാൻ ചെയ്യണം. ഇവിടുത്തെ പോലെയല്ല ഓസ്ട്രേലിയയിൽ. ഒരു കുഞ്ഞിന് മാരകമായ രോഗമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർമാർ സൗഖ്യപ്പെട്ടെന്ന് ഗവൺമെന്റിലേക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. എങ്കിലേ നിർത്തത്തുള്ളൂ. 15 ദിവസം പോയി ഇവർ പോയി. പ്രിയപ്പെട്ടവരെ, ഈ കൊച്ചിനെ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ 9 മുഴകളിൽ 8 മുഴകൾ കാണാനില്ല. എത്ര ആന്തരിക മുറിവ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലും ദൈവവചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ ഉദരത്തിൽ ജനിച്ച് ഈ നിമിഷം വരെ എന്റെയും നിങ്ങളുടെ മനസ്സിനേറ്റ മുറിവുകളെ സുഖപ്പെടുത്തുവാൻ ദൈവവചനത്തിന് ശക്തിയുണ്ട്. കരങ്ങളടിച്ച് കർത്താവിനോട് നന്ദി പറയാമോ? ഉദാഹരണം, എനിക്കൊരു ആന്തരിക മുറിവുണ്ട്. എൻ്റെ മുറിപ്പെടുത്തി ഒത്തിരി ഓർമ്മകളുണ്ട്. അത് മാറുന്നില്ല. ചിലപ്പോൾ ധ്യാനം കൂടിയിട്ട് മാറുന്നില്ല. എത്ര പേര് വായിച്ചില്ല സൗഖ്യപ്പെട്ടാണ്. സങ്കീർത്തനം 147:3. ആ വചനം ഒന്ന് ഏറ്റു പറയോ? ഹൃദയം തകർന്നവരെ ഉറക്കെന്ന് പറയാമോ? ഹൃദയം തകർന്നവരെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു, അവരുടെ മുറിവുകളെ അവിടുന്ന് വെച്ച് കിട്ടുന്നു. കണ്ടോ? ആന്തരിക മുറിവുകൾ സുഖപ്പെടാനുള്ള വചനമാണ്.
വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:26. എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. ഞാൻ പഠിപ്പിച്ചതെല്ലാം നിങ്ങളെ ഓർമ്മിപ്പിക്കും. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ, വചനം പഠിപ്പിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വത്ത്, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഒരുത്തമ്പരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ന്യായാധിപന്റെ പുസ്തകം 14:6 കർത്താവിൻ്റെ ആത്മാവ് ശക്തിയായി അവന് മേൽ ആവസിച്ചു. സാംസന്റെ മേൽ ആവസിച്ച അതേ ആത്മാവ് നമ്മുടെ മേലും ആവസിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വത്ത്, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഒരുത്തമ്പരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇരിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ അവസാന ദിവസം നമ്മൾ സൗഖ്യത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:12 അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത കാര്യങ്ങൾ ചെയ്യും. അവർക്ക് പറയാമോ ഹല്ലേലൂയ? ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത് കൊണ്ട് എന്നേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, കൈവപ്പിലൂടെ, പ്രിയപ്പെട്ടവരെ, മാമോദീസായിലെ കർത്താവ് നമ്മളെ അഭിഷേകം ചെയ്തത് യേശു ചെയ്ത കാര്യങ്ങൾ ചെയ്യാനല്ല, യേശു ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുവാനാണ്. ഹല്ലേലൂയ ഉറക്കെ എന്ന് പറയാമോ? അതാണ് അഭിഷേകം. അഭിഷേകത്തിൻ്റെ വാക്കെന്ന് പറഞ്ഞാൽ ദൈവം ചെയ്ത കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവെന്നാണ്. അപ്പം ഈ അഭിഷേകമാണ് ഇന്ന് നമ്മൾ സ്വീകരിക്കുന്നത്. ഈ അഭിഷേകം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികൾ സംഭവിക്കും. എന്ന് വെച്ചാൽ വിശ്വസിക്കുന്നവരുടെ കൂടെ 5 വരങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട്. അവർക്ക് പറയാമോ ഹല്ലേലൂയ? മർക്കോസിന്റെ സുവിശേഷം 16:17 അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. എന്ന് പറയാമോ? അവരെൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കും. ഇപ്പം കണ്ടോ, വിശ്വസിക്കുന്ന കൂടെ ഒരടയാളമാണ് പിശാചുക്കളെ പുറത്താക്കാൻ. അവർക്ക് പറയാമോ ഹല്ലേലൂയ? കണ്ടോ, അവർ പുതിയ ഭാഷകൾ സംസാരിക്കും. മാരകമായ എന്തു കുടിച്ചാലും അവരെ ഉപദ്രവിക്കുകയില്ല. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. അടുത്ത വാക്യം: അവർ രോഗികളുടെ മേൽ കരങ്ങൾ വെക്കും. പറയാമോ? അവർ സൗഖ്യം പ്രാപിക്കും. അപ്പം എൻ്റെയും നിങ്ങളുടെയും കരങ്ങളിൽ രോഗശാന്തി വരവുണ്ട്. പക്ഷെ നമ്മൾ രോഗം വരുമ്പോൾ രോഗമുള്ള ഭാഗങ്ങളിലൊന്നും ആരും കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാറില്ല. അതുകൊണ്ട് സൗഖ്യം കിട്ടാറില്ല. അവർക്ക് പറയാമോ ഹല്ലേലൂയ? അപ്പം വിവിധ തരത്തിൽ നമ്മൾ മരുന്ന് കഴിക്കുന്നവരാണ്. രോഗം വന്നു കഴിഞ്ഞാൽ മരുന്ന് കഴിക്കണമെന്ന് ബൈബിളിലുണ്ട്. എന്നാൽ ഒരു വ്യക്തി രോഗിയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ബൈബിൾ പഠിപ്പിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകം 38:9 അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: മകനെ, നീ രോഗം വരുമ്പോൾ, എന്ന് പറയാമോ? അല്പം കൂടി സ്വരം വരുത്തി പറയാമോ? രോഗികൾ നന്നായിട്ട് ഒന്നുകൂടെ പറഞ്ഞേ. ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. വലതുവരുത്തി ഹല്ലേലൂയ ഉറക്കെ എന്ന് പറയാമോ? ശക്തിയോടെ പറയാമോ? എന്ന് പറഞ്ഞാൽ രോഗം വരുമ്പോൾ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് സൗഖ്യം. രോഗം വരുമ്പോൾ എല്ലാവരുടെയും പ്രത്യാശ നഷ്ടപ്പെട്ടു പോകും പ്രിയപ്പെട്ടവരെ. കാരണം സാത്താൻ്റെ തന്ത്രം എന്താണെന്നറിയോ? മനുഷ്യൻ്റെ മനസ്സിനെ അവരിടിച്ചു കളയും. രോഗം വരുമ്പോൾ രോഗത്തിലേക്ക് നോക്കും. അവർക്ക് പറയാമോ ഹല്ലേലൂയ? അങ്ങോട്ട് വചനം പറഞ്ഞു കൊടുത്ത് ഒരുപാട് രോഗികൾ സുഖപ്പെടുന്നു. 9ഓളം ചേച്ചിമാരുടെ യൂട്രസിൻ്റെ മുഴ കർത്താവ് ഒരു വചനത്തിൽ സുഖപ്പെടുത്തി. ചിലപ്പോൾ നിങ്ങൾ യൂട്രസിൻ്റെ മുഴ ഓപ്പറേഷനുള്ളവർ ചെയ്യാൻ ചിലപ്പോൾ ആൾക്കാർ ഇതിനകത്ത് കാണും. ഒറ്റ വചനം. ആ വചനം ഇതാണ്: യാക്കോബിൻ്റെ ലേഖനം 5:15. അവിടെ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്: വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന, അവർക്ക് പറയാമോ, രോഗിയെ സുഖപ്പെടുത്തും, അവനെ കർത്താവ് എഴുന്നേൽപ്പിക്കും. ഇത് 9ഓളം ചേച്ചിമാരുടെ അസിസി ധ്യാനത്തിൽ 9ഓളം ചേച്ചിമാരെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഈ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നത്. അവർ വയറിൽ കൈവച്ച് ഇങ്ങനെ ആവർത്തിച്ച് ഈ യൂട്രസിൻ്റെ മുടയോട് വചനം പറഞ്ഞ് വീണ്ടും ചെന്ന് ചെക്കപ്പ് ചെയ്തപ്പോൾ യൂട്രസിൻ്റെ മുടയില്ല, അപ്രത്യക്ഷമായി പോയി. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറയാമോ?
UK നിന്ന് കാഞ്ഞിരപ്പള്ളിക്കാരൊരു സഹോദരിയുടെ സാക്ഷി എൻ്റെ യൂട്യൂബ് കിടപ്പുണ്ട്, എൻ്റെ മെസ്സേജ് കിടപ്പുണ്ട്. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാൽ കാഞ്ഞിരപ്പള്ളിയിൽ കണ്ടോ, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. പക്ഷെ നമ്മളിത് എത്ര പ്രാവശ്യം ഏറ്റു പറയുന്നുണ്ട്, രോഗമുള്ള ഭാഗങ്ങളിൽ കൈവച്ചുകൊണ്ട്. ഇത് ഓസ്ട്രേലിയ 1.5 വയസ്സായൊരു കുഞ്ഞിൻ്റെ 2010 മാരകമായ ക്യാൻസർ രോഗമാണ്. ക്യാൻസർ രോഗം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തല്ല. 1.5 വയസ്സായ പെൺകുഞ്ഞിൻ്റെ കഴുത്തോട് ചുറ്റും ഉള്ളിൽ 9 മുഴയാണ്. അതിന് 4 മുഴകളും ക്യാൻസറാണെന്ന് 4 ഡോക്ടർമാർ വിധി എഴുതിയിട്ട് പറഞ്ഞു. 99% കൊച്ചിനെ കിട്ടത്തില്ല. അപ്പോൾ ആരോ നമ്പർ കൊടുത്താണ് വിളിക്കുന്നത്. വിളിച്ചപ്പോൾ അവരോട് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഈ വചനം തന്നു. ഞാനോട് പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അവർ ഞങ്ങൾ യാക്കോബക്കാരാണ്, ഞങ്ങൾക്ക് ചെറുപ്പകാലം കൂടെ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കൊച്ചിൻ്റെ രോഗം വന്നതോടുകൂടി, ഡോക്ടർ കിട്ടിയില്ലെന്നോട് പറഞ്ഞോടുകൂടി അവരെല്ലാം വിശ്വാസം പോയി. അവർക്ക് പറയാമോ ഹല്ലേലൂയ? ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ കരങ്ങളിൽ രോഗശാന്തി വരവുണ്ട്. നിങ്ങൾ 2 അപ്പനും അമ്മയും കൂടെ കൂടി കൊച്ചിന് കൈ വെക്കാൻ പറഞ്ഞു. ഫോണിൽ കൂടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. മരിച്ചു ലാസനെ ഉറപ്പിച്ച്, അന്ധന് കാഴ്ച നൽകി, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി, തറവാത രോഗിയെ സുഖപ്പെടുത്തി, രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തി. കർത്താവേ, നീ തൊട്ടവരും നിന്നെ തൊട്ടവരും സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. ഈ വചനത്തിലൂടെ മാരകമായ ഈ കുഞ്ഞിൻ്റെ ക്യാൻസറിന് മേല് വചനം മാംസം ധരിക്കട്ടെ. വലതുകരത്തിൽ അല്ലരി ഉറക്കെ പറയാമോ? ശക്തിയോടെ പറയാമോ? പ്രിയപ്പെട്ടവരെ, 15 ദിവസം ഈ കൊച്ചിനെ സ്കാൻ ചെയ്യണം. ഇവിടുത്തെ പോലെയല്ല ഓസ്ട്രേലിയയിൽ. ഒരു കുഞ്ഞിന് മാരകമായ രോഗമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർമാർ സൗഖ്യപ്പെട്ടെന്ന് ഗവൺമെൻറ്റിലേക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കണം, എങ്കിലേ നിർത്തത്തുള്ളൂ. 15 ദിവസം ഇവർ പോയി. പ്രിയപ്പെട്ടവരെ, ഈ കൊച്ചിനെ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ 9 മുഴകളിൽ 8 മുഴകൾ കാണാനില്ല. കരങ്ങളടിച്ച് കർത്താവിനോട് നന്ദി പറയാമോ? ആ കുഞ്ഞിനിപ്പോൾ 14 വയസ്സുണ്ട്. ആ കുഞ്ഞിൻ്റെ കഴുത്തേലൊരു കുഞ്ഞു മുഴയുണ്ട്. ഇപ്പോഴും മാസത്തിൽ 1 ഓസ്ട്രേലിയയിൽ 4 ഡോക്ടർമാർ ചെക്കപ്പ് ചെയ്യുന്നുണ്ട്, സ്കാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ക്യാൻസർ ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ല. അസിസി ധ്യാനമത്തിൻ്റെ ഒരു ആന്തരിക സൗഖ്യ ധ്യാനത്തിന് 285 പേര് ധ്യാനിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരനും ഭാര്യയും ഓസ്ട്രേലിയയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് അവർ വന്ന് ഈ കൊച്ചിനെ സാക്ഷ്യപ്പെടുത്തി. ഞാൻ പറയും, കൊച്ചിനെ സാക്ഷ്യപ്പെടുത്തണം. നിങ്ങൾ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് കർത്താവ് നിങ്ങൾക്ക് സൗഖ്യം തന്നിരിക്കുന്നത്. ഉറക്കെ പറയാമോ ഹല്ലേലൂയ? ആ ചെറുപ്പക്കാരെങ്ങനെ ശേഖരം ഇത്രയും മാരകമായ രോഗത്തെ പോലും സുഖപ്പെടുത്തുവാൻ ദൈവവചനത്തിന് ശക്തിയുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. എത്ര വലിയ മാരകമായ രോഗമാണെങ്കിലും ദൈവവചനം വായിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അത്ഭുതകരമായ സൗഖ്യം നൽകും. വലതുകരത്തിൽ പറയാമോ ഹല്ലേലൂയ? ശക്തിയോടെ പറയാമോ ഹല്ലേലൂയ? ഇപ്പം എൻ്റെ ഭാര്യ വിവിധ രോഗങ്ങളുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് വാലിബിൻ്റെ രോഗമുണ്ട്, അലർജി രോഗമുണ്ട്. പോത്തിറച്ചി കൂട്ടിയാൽ ശരീരം മുഴുവൻ ചൊറിഞ്ഞു കളിക്കും. അപ്പോൾ അത് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പ്രഭാഷകൻ്റെ പുസ്തകം 38 വൈദ്യനെ നിയമിച്ച കർത്താവാണ്. ബുദ്ധിമാന്മാരവനെ അപകടിക്കുകയില്ല. എനിക്കും പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് കഴിക്കണം. പക്ഷേ അതിന് ഇരട്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവർക്ക് പറയാം ഹല്ലേലൂയ. അപ്പം ഞാൻ ഈ എൻ്റെ ഭാര്യയുടെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കും, കർത്താവ് എനിക്കൊരു വചനം തരുമോ? വചനം ഇതാണ്, മത്തായിയുടെ സുവിശേഷം 8:16. സായാഹ്നമായപ്പോൾ അനേകം പിശാചുകാർ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കി എല്ലാ രോഗികളെയും സുഖപ്പെടുത്തി. വലതുകരത്തിൽ പറയാമോ ഹല്ലേലൂയ? നമുക്ക് ആ വചനം ഒന്ന് ഏറ്റു പറയാം. സായാഹ്നമായപ്പോൾ, ഇന്ന് സായാഹ്നമാന്നേ അല്ലേ? ആണോ? രോഗികൾ കുറേ പേര് വന്നിട്ടില്ലേ? സൗഖ്യം പ്രാപിക്കണ്ടേ? അന്നു ഉറക്കെന്ന് ഏറ്റു പറഞ്ഞ വലതുകരത്തിൽ സായാഹ്നമായപ്പോൾ അനേകം പിശാചുകാരെ അവൻ്റെ അടികളിൽ കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കി എല്ലാ രോഗികളെയും സുഖപ്പെടുത്തി. നമ്മുടെ ബലഹീനതകളാണ് അവൻ ഏറ്റെടുത്തത്, നമ്മുടെ രോഗങ്ങളാണ് അവൻ വഹിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ വചനം അങ്ങ് തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ച അന്ന് മുതൽ ഇന്ന് വരെയും എൻ്റെ ഭാര്യയ്ക്ക് മേരിക്ക് പോത്തിറച്ചി കൂട്ടിയില്ലെങ്കിലേ ഇപ്പോൾ ചൊറിഞ്ഞടിക്കുള്ളൂ. കണ്ടാ? പാട്ട് പാടുന്ന ഷൈബിയെ കണ്ടോ? ആ ഷൈബിയുടെ വരിക്കുണ്ടായിരുന്നു പോത്തിറച്ചി കൂടിയ ശരീരം. അതുകൊണ്ട് എല്ലാ അലർജികളും രോഗങ്ങളല്ല. അവർക്ക് പറയാമോ ഹല്ലേലൂയ? അമിതമായ ഭയത്തിൽ നിന്ന് രോഗം ഉണ്ടാകാം. അമിതമായ ടെൻഷനിൽ നിന്ന് വിട്ട് തലവേദന ഉണ്ടാകാം, കൈകാല് വേദന ഉണ്ടാകാം, കൈമുട്ടു വേദന ഉണ്ടാകാം, ഉറക്കക്കുറവുണ്ടാകാം. അത് ടെൻഷനിൽ നിന്നുണ്ടാകുന്നതാണ്. പരിധിവൃത്തി പറയാമോ ഹല്ലേലൂയ? അതുകൊണ്ടാണ് സങ്കീർത്തനം 77:10 സങ്കീർത്തനം പറഞ്ഞത്, അത്യുന്നതന്റെ ശക്തി എന്നെ പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം.
അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മൾ പ്രകടമാകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, പ്രകടമായി കഴിയുമ്പോൾ നമ്മുടെ ടെൻഷൻ മാറും, ഡിപ്രഷൻ മാറും. അവർക്ക് പറയാമോ ഹല്ലേലൂയ? ബൈബിൾ ഒരുപാട് സ്ഥലത്ത് സൗഖ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യം. വിശുദ്ധ ലൂക്കാ 5:17 ഉറക്കെ ഒന്ന് പറയാമോ? രോഗികളെ സുഖപ്പെടുത്താൻ തക്കവണ്ണം കർത്താവിൻ്റെ ശക്തി അവൻ്റെ മേലുണ്ടായിരുന്നു. വിവിധ തരങ്ങളിൽ മരുന്ന് കുടിച്ച് രോഗികളായിരിക്കുന്നവരൊന്ന് കരവീഴ്ത്തിക്കുക. രോഗികളായിരിക്കുന്നവർ വിവിധ തരത്തിൽ മരുന്ന് കഴിക്കുന്നവർ ഒന്ന് കരവീഴ്ത്താവോ? ഈ വീട്ടിൽ രോഗാവസ്ഥയിലായിരിക്കുന്നവരും ഒന്ന് കരവീഴ്ത്തിക്കോ. അപ്പം നമ്മൾ ഈ വചനം അങ്ങോട്ട് നിങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലും. കാരണം സങ്കീർത്തനം 107:20 വായിക്കുന്നത് ഇങ്ങനെയാണ്: അവിടുന്ന് തൻ്റെ വചനം അയച്ച്, ഉറക്കെ പറയാമോ, എല്ലാവരെയും സുഖപ്പെടുത്തി. കണ്ടോ, ഒരാളെ സുഖപ്പെടുത്തി എന്നല്ല, അവിടെ തൻ്റെ വചനമായിട്ട് എല്ലാവരും സുഖപ്പെടുത്തി. അപ്പോൾ ഈ വചനം ഒന്ന് ഏറ്റു പറഞ്ഞ്, രോഗികളെ സുഖപ്പെടുത്താൻ തക്കവണ്ണം കർത്താവിൻ്റെ ശക്തി അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവായ യേശുവേ, ഈ വചനത്തിൻ്റെ അനന്തമായ യോഗ്യതയാൽ രോഗികളായിരിക്കുന്ന എന്നെ ഇപ്പോൾ തന്നെ സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താത്തിയിടാം. ജെറമിയ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 17-ാം അധ്യായം 14-ാം വാക്യം. ഇതെല്ലാം സൗഖ്യത്തിൻ്റെ വചനങ്ങളാണ്. ജെറമിയ പ്രവാചകൻ ഇങ്ങനെ പറയാണ്: കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പറയാമോ? അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. കണ്ടോ, കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ. അപ്പം നമ്മളും പറയണം, കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവളാകും, സൗഖ്യമുള്ളവനാകും. പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം 26-ാം വാക്യം. പരിശുദ്ധാത്മാവിനെ ഒരു 10ഓളം വചനങ്ങൾ, സൗഖ്യത്തിന് വചനങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞിങ്ങനെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങോട്ടൊരു അത്ഭുതകരമായ സൗഖ്യം നടക്കുന്നത്. അവർക്ക് പറയാമോ ഹല്ലേലൂയ? കണ്ടോ, പുറപ്പാട് 15:26 പറയാണ്: ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന, പറയാമോ, കർത്താവാകുന്നു. ഒന്ന് നടന്നുകൊണ്ട് പറഞ്ഞാൽ മതിയെന്നേ. പുറപ്പാട് 15:26 പറയണമെന്ന് നിർബന്ധമില്ല. ഞാൻ നിന്നെ സുഖപ്പെടുന്ന കർത്താവാണ്. അത് വചനമാണ്. ആ വചനം നമ്മളിലേക്ക് കടന്നു വന്ന് നമ്മൾ മാംസം ധരിക്കും. അവർക്ക് പറയാമോ ഹല്ലേലൂയ? ഹല്ലേലൂയ. കണ്ടോ, എത്രയോ വചനങ്ങളാണ് കിടക്കുന്നത്. വീണ്ടും ലൂക്ക 6:19, ലൂക്കായുടെ 6:19, അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട്, ഉറക്കെ പറയാമോ, എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പറയാം: അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. കർത്താവായ ഈശോയെ, ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെല്ലാവരെയും ഇപ്പോൾ തന്നെ സുഖപ്പെടുത്തണമേ. കരങ്ങളുയർത്തി വിശ്വാസത്തോടെ സ്തുതിച്ചു പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രഭാഷകം 36:6 ആ വചനത്തിൻ്റെ അഭിഷേകത്തെ പ്രാർത്ഥിക്കുന്നു. വീണ്ടും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് അവിടുത്തെ കരബലം പ്രകടമാക്കണമേ കർത്താവേ. ഈ ജനത്തിന്റെ മേൽ, രോഗികളായിരിക്കുന്ന മക്കളുടെ മേൽ ഈ വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ. ഒറ്റ വിളി യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാവുന്ന മറ്റൊരു വചനമാണ് ജ്ഞാനത്തിന്റെ പുസ്തകം 16:12. നമുക്കറിയാമെങ്കിലും നമ്മൾ രോഗം വരുമ്പോൾ ഒന്നും പറയാറില്ല. എന്താണ് പ്രത്യേകത? ആ വചനം ഒന്ന് പറയാമോ? കർത്താവേ, മരുന്നോ ലേപനവോ ഔഷധവുമല്ല, അവിടുത്തെ വചനമാണ് എല്ലാവരെയും സുഖപ്പെടുത്തിയത്. എന്താണ് സുഖപ്പെടുത്തിയത്? ഇത് നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരാ. നമ്മൾ ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണം രോഗിയായിരിക്കുന്ന. ഇനി രോഗത്തെക്കുറിച്ചുള്ള ആകുലത വിട്ടുപോകുമ്പോൾ തന്നെ പല രോഗങ്ങളും നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകും. അവർക്ക് പറയാമോ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് അത്ഭുതങ്ങൾ വചനത്തിലൂടെയാണ് കർത്താവ് അത്ഭുതം. പ്രഭാഷണം 42:15 വായിക്കുന്നുണ്ട്: കർത്താവ് തൻ്റെ പ്രവൃത്തി വചനം വഴി നിർവഹിക്കുന്നു. 48 വയസ്സുള്ള ഒരു ടീച്ചർ അസിസി ധ്യാനത്തിന് വന്നു. അതിന് 37 വയസ്സൊരു കുഞ്ഞുണ്ട്. ഡോക്ടർമാരെ പറഞ്ഞു, ഇനി കുഞ്ഞുണ്ടാകത്തില്ല, ഉണ്ടായിക്കഴിഞ്ഞാൽ അംഗവൈകല്യം ഉണ്ടാകും, ബുദ്ധിമാന്യം ഉണ്ടാകും. അവർക്ക് പറയാമോ ഹല്ലേലൂയ? ഞാൻ ആ ടീച്ചറോട്, ടീച്ചറെ ബൈബിളിൽ ഇങ്ങനെ ഒരു വചനമുണ്ട്, ഹെബ്രായർക്ക് 11:11. സാറാ പ്രായം കഴിഞ്ഞിട്ടും വിശ്വാസം മൂലം ഗർഭധാരണത്തിലുള്ള ശക്തി സ്വീകരിച്ചു. ടീച്ചറെ ശക്തി സ്വീകരിക്കുക. അപ്പൊ ടീച്ചറിന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു.
ടീച്ചർ അടുത്തൊരു വചനം കൂടെ പറഞ്ഞു കൊടുത്തു. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-37. 12ഓളം ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളുണ്ടായ വചനമാണ്. 12ഓളം ദമ്പതികൾക്ക്. ഇവിടെ കുഞ്ഞുങ്ങളില്ലാതെ ആരെങ്കിലും ഇരുന്ന് വേദനിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ചേച്ചിമാർ വയറെ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക. നിങ്ങളൊന്ന് ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിച്ചു നോക്കുക. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ ആവസിക്കും. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന് അസാധ്യമായി 48-ാമത്തെ വയസ്സിൽ ബീന എന്ന് പറഞ്ഞ ടീച്ചറിൽ വചന മാംസം ധരിച്ചു. 48-ാമത്തെ വയസ്സിൽ ഒരു ദമ്പതി ധ്യാനം കൂടി. പ്രിയപ്പെട്ടവരെ, 40 ടീച്ചർ ഗർഭിണിയായി. അവർക്ക് പറയാമോ ഹല്ലേലൂയ. തൊടുപുഴ ചാഴികാട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് അബോർഷനാക്കി കളയാം. 60% ബുദ്ധിമാന്യമുണ്ട്, 40% അംഗവലിയുണ്ട് ബ്ലഡിനകത്ത്. അവർക്ക് പറയാമോ ഹല്ലേലൂയ. ആ ടീച്ചർ പറഞ്ഞു 48-ാമത്തെ വയസ്സിൽ എനിക്ക് ദൈവം തന്ന ഒരു കുഞ്ഞാണ്, ഞാൻ ധ്യാനം കൂടി വചനം വായിച്ചൊരു കുഞ്ഞാണ്, അതിന് അംഗവല്യം ഉണ്ടെങ്കിലും ബുദ്ധിമാന്യം ഉണ്ടെങ്കിലും ഞാൻ അതിനെ കളയുന്ന പ്രശ്നമില്ല. എന്നാലും ടീച്ചർക്കൊരു പേടി ഡോക്ടർ പറഞ്ഞപ്പോൾ. അവർക്ക് പറയാമോ ഹല്ലേലൂയ. അപ്പോൾ ടീച്ചർ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ടീച്ചറോട് ടീച്ചറൊന്നും വേണ്ട, ദൈവം തന്ന കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിനെ ആര് പോയി നോക്കിക്കോളും? ഞാൻ പറഞ്ഞു വയറേ കൈവച്ച് ലൂക്കാ 2:52 പറഞ്ഞുകൊണ്ടിരിക്കുക, യേശു ജ്ഞാനത്തിലും. ടീച്ചർ ഇത് പറഞ്ഞുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, 48-ാമത്തെ വയസ്സിൽ ഹൈദരാബാദിൽ ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ സ്റ്റേജിലേക്ക് എനിക്കൊരു ഫോൺ വരുന്നേ. ടീച്ചർ പ്രസവിച്ചു. 10 വയസ്സായ ആൺകുട്ടി ഉണ്ട്. ഇപ്പോൾ ടീച്ചറിന് 58 വയസ്സുണ്ട്. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. അസാധ്യമായ കാര്യങ്ങൾ ദൈവവചനം കടന്നു വരുമ്പോ സാധ്യമാകുന്നത് കണ്ടോ? വരദീർത്തി പറയാമോ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് വചനം നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ശാരീരികമായി, മാനസികമായി, ആത്മീയമായി 3 സൗഖ്യങ്ങളാണ് നമുക്ക് നിറയുന്നേ. എത്ര ആന്തരിക മുറിവ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലും ദൈവവചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ ഉദരത്തിൽ ജനിച്ച് ഈ നിമിഷം വരെ എൻ്റെയും നിങ്ങളുടെ മനസ്സിനേറ്റ മുറിവുകളെ സുഖപ്പെടുത്തുവാൻ ദൈവവചനത്തിന് ശക്തിയുണ്ട്. കരങ്ങളടിച്ച് കർത്താവിനോട് നന്ദി പറയാമോ? ഉദാഹരണം, എനിക്കൊരു ആന്തരിക മുറിവുണ്ട്. എന്നെ മുറിപ്പെടുത്തിയ ഒത്തിരി ഓർമ്മകളുണ്ട്. അത് മാറുന്നില്ല. ചിലപ്പോൾ ധ്യാനം കൂടിയിട്ട് മാറുന്നില്ല. എത്ര പേര് വായിച്ച് സൗഖ്യപ്പെട്ടാണ്? സങ്കീർത്തനം 147:3. ആ വചനം ഒന്ന് ഏറ്റു പറയോ? ഹൃദയം തകർന്നവരെ തകർന്നായിരിക്കണേ. ഉറക്കെ ഒന്ന് പറയാമോ? ഹൃദയം തകർന്നവരെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു, അവരുടെ മുറിവുകളെ അവിടുന്ന് വെച്ച് കെട്ടുന്നു. കണ്ടോ 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 കണ്ടോ? ആന്തരിക മുറിവ് സുഖപ്പെടാനുള്ള വചനമാണത്. ഉറക്കെ പറയാമോ ഹല്ലേലൂയ. കണ്ടോ? അതുകൊണ്ട് 85% വചനങ്ങളും ദൈവ മക്കൾക്ക് ആശ്വാസത്തിൻ്റെ വചനങ്ങളാണ് ബൈബിളിൽ. 85%. പക്ഷേ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു നിരാശപ്പെട്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ആത്മഹത്യ ചിന്തയിരിക്കുമ്പോൾ ബൈബിൾ തുറന്ന് വായിച്ചാൽ നമുക്ക് തെറ്റുപറ്റാം. കാരണം തോമാസിയ പറഞ്ഞു നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. എന്തു ചെയ്യും? അതാ കിട്ടുന്നെങ്കിൽ എന്തു ചെയ്യും? അവർക്ക് പറയാമോ ഹല്ലേലൂയ. അവൻ പോയി കെട്ടിത്തൂങ്ങി ചത്തു. കണ്ടോ യൂദാസിനെ കുറിച്ച്. പക്ഷെ നമ്മൾ ആശ്വാസത്തിൻ്റെ വചനങ്ങൾ പഠിക്കണം. ആശ്വാസത്തിൻ്റെ വചനങ്ങൾ. ഭയമുണ്ട്, ഭയത്തിൻ്റെ വചനങ്ങൾ വചനം പറയണം. അവർക്ക് പറയാമോ ഹല്ലേലൂയ. പ്രത്യാശയില്ല. അപ്പോൾ പ്രത്യാശയ്ക്കുള്ള വചനം പറയാം. റോമ 5:5 പറയാം. പ്രത്യാശ നമ്മെ അവർക്ക് പറയാമോ നിരാശരാക്കുന്നില്ല. കണ്ടോ? സങ്കീർത്തനം 27:14 അവർക്ക് പറയാമോ കർത്താവിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. ഒരു 3 പ്രാവശ്യം പറയാമോ? അപ്പം നിരാശ മാറി എന്ത് നിറയും? പ്രത്യാശ നിറയും. കണ്ടോ? ഇനി ഫിലിപ്പിയരുടെ ലേഖനം 4:6 അവിടെ ഇങ്ങനെയാ വായിക്കുന്നേ, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആകുലരാകരുത്. പറയാമോ? പക്ഷെ നമുക്ക് എല്ലാത്തിനെ കുറിച്ച് ആകുലതയുണ്ട്. മക്കളെക്കുറിച്ച് ആകുലതയില്ലാത്ത അമ്മമാരെ അവിടെ ഇരിക്കണേ. ആകുലത നല്ലതാണ്, പക്ഷെ അമിതമായ ആകുലത പ്രശ്നമാണ്. അവർക്ക് പറയാമോ ഹല്ലേലൂയ. അപ്പോൾ ഒന്നിനെക്കുറിച്ചും എന്ത് ചെയ്യരുത്? കണ്ടോ? ഇനി ഉൾക്കണ്ട ഉഹാണ്ടയിൽ പോയാൽ മാറുമോ? ഉണ്ടെന്നില്ല. മാറുമോ? അതിനെന്ത് ചെയ്യണം? 1 പത്രോസ് 5:6 വായിക്കണം. ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങളിൽ പറയാമോ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് ഞാൻ നിങ്ങളെ ഉയർത്തും, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഭരമേൽപ്പിക്കുവിൻ,
അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. രണ്ട് കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ ഒന്ന് പറയാമോ? നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ പരമേൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. രണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് ചോദിക്കാമോ? ഹല്ലേലൂയ. ഉത്കണ്ഠ മാറട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നിരാശ മാറട്ടെ, ആകുലത മാറട്ടെ. ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ അഭിഷേകത്തിൽ ശക്തിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മുടി കുഴിച്ചിന് പോലും ബൈബിൾ വായന കിടക്കുക ഉണ്ടോ? ഒരു ചേച്ചി പെട്ടെന്ന് എടുത്തു, അത് ആവശ്യമുള്ള വായനമാണ് എഴുതാൻ. മത്തായി ദിവസം 10:30 ഒരു സിസ്റ്റർ അടക്കം എൻ്റെ അറിവിൽ 10 പേരുടെ മുടി കുഴിച്ചിൽ നിന്ന വായനമാണ്. നിങ്ങളുടെ തലയിലെ ഓരോ മുടിനാരുകളും എണ്ണപ്പെട്ടിരിക്കുന്നു. കഷണ്ടിക്ക് ചേട്ടാ ബൈബിൾ വായനമുണ്ട്, കഷണ്ടിക്ക്. ഇപ്പോൾ കഷണ്ടിക്കാർ ഓർക്കും ഇപ്പോൾ ഏത് വചനമാണ് അവർക്ക് പറയാമോ? ഹല്ലേലൂയ. ലേവിയുടെ പുസ്തകം 13:40 നെറ്റിയിൽ നിന്ന് മുടി കൊഴിഞ്ഞു പോകുന്നവൻ നെറ്റി കഷണ്ടിയാണ്, പക്ഷെ അവൻ ശുദ്ധനാണ്. വെറുതെ പറയാമോ? ഹല്ലേലൂയ. ശക്തിയോടെ പറയാമോ? ഹല്ലേലൂയ. അഭിഷേകത്തിൽ പറ, ഉറക്കെ പറയാമോ? കണ്ടോ, ഓരോ സംഭവത്തിനും ബൈബിൾ വാചനം കിടക്കുന്നുണ്ടോ? ഓരോ സംഭവങ്ങൾക്കും ബൈബിൾ വായന കിടക്കുന്നുണ്ട്. പക്ഷെ നമ്മളിത് ഏറ്റുപറയല. കാരണം എന്നറിയാവോ? സാത്താന് കറക്റ്റായിട്ട് അറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനമെടുക്കാനോ വായിക്കാനോ കൊണ്ടു നടക്കാനോ സാത്താൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. കാരണം സാത്താന് പേടി എപ്പോഴും എന്തിനാണെന്നറിയാവോ? എന്തിനാണ്? അതുകൊണ്ടാണ് എഫേസ്യർ 6:11 വായിക്കുന്ന സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർക്കുന്ന എന്ന് പറയാമോ? അത് പറയുമ്പോൾ തന്നെ ഒരു പേടിയാണ്. കാരണം നമ്മളല്ലേ സാത്താൻ്റെ കീഴിലാണ് കിടക്കണേ, സാത്താൻ നമ്മുടെ കീഴിലാണ് കിടക്കണ്ടേ. അവർക്ക് പറയാമോ? ഹല്ലേലൂയ. അപ്പോൾ അതിനെ ഉറക്കെന്ന് പറയുമ്പോൾ സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർക്കുന്ന ദൈവത്തിൻ്റെ എല്ലാ ആയുധവും ധരിക്കുവിൻ. എന്താണ് ദൈവത്തിൻ്റെ ആയുധം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഗ്രന്ഥം കയ്യിലിരിക്കുന്നിടത്തോളം കാലം ഞാൻ വിശ്വസിക്കുന്നു ഒരു സാത്താനും ഒരു തിന്മയും നമ്മുടെ അടുത്ത് അടുക്കുകയില്ല. അവർക്ക് പറയാമോ? ഹല്ലേലൂയ. ശക്തിയോടെ പറയാമോ? ഹല്ലേലൂയ. ശക്തിയോടെ ഒന്ന് പറയാമേ. കാരണം ഇത് ദൈവത്തിൻ്റെ ശക്തിയാണെന്നേ. റോമാക്കാരുടെ ലേഖനം 1:16 വിശ്വസിക്കുന്ന ഏവനും ആദ്യ യഹൂദനും പിന്നെ ഗ്രീക്കുകാരും രക്ഷയിലേക്ക് ആനയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് സുവിശേഷം. ആ ശക്തി നമ്മളൊന്ന് നിറയട്ടെ. രണ്ട് കാര്യം കൊടുത്ത് 3 ഹല്ലേലൂയ പറഞ്ഞേ. ശക്തി ഒന്ന് നിറയട്ടെ. അപ്പൊ ദൈവത്തിന്റെ ശക്തി മുഴുവൻ അടങ്ങിയിരിക്കുന്ന എവിടെയാണ്? വിശുദ്ധ ഗ്രന്ഥത്തിലാണ്. നിങ്ങൾക്ക് ഉറക്കക്കുറവുണ്ടോ? ഇതിൽ ബൈബിളിൽ വായന എഴുതിയിട്ടുണ്ട്. സങ്കീർത്തനം 3:5 നിങ്ങൾക്കൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി കിടക്കാൻ നേരത്തുനിന്ന് ഉറക്കക്കുറവുള്ള ഡിപ്രഷനുള്ള ചേച്ചിമാരൊന്ന് വായിച്ചു നോക്ക്. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു എന്ന് പറയാമോ? ഉണർന്നെഴുന്നേക്കുന്നു, എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. അപ്പം എവിടെ കിടന്നാലാണ് നമുക്ക് ഉറക്കം കിട്ടുന്നത്? അല്ലല്ലോ, നമ്മൾ കിടക്കുന്നത് എവിടെയാ ചേച്ചിമാരെ ചേട്ടന്മാരെ? കട്ടിലേലാണ്. നല്ല മെത്തയുണ്ട്, നല്ല ചൂട്. ഞാൻ ഈ പത്തനംതിട്ടയിൽ നിന്നൊക്കെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ 2:30 ആയപ്പോൾ തൊടുപുഴയിൽ നിന്ന് ചേച്ചി എന്നെ വിളിച്ചു. എനിക്ക് 2:45 വണ്ടി എടുത്ത് പ്രസംഗിക്കാൻ പോകണം. അത് അടിമാലി പോകണം 3 മണിക്ക്. പെട്ടെന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഒരു കടങ്കാപ്പി കുളിച്ച് 2:45 ചേച്ചി തൊടുപുഴയിൽ നിന്ന് വിളിച്ചു. ബ്രദർ രവി തോമസ് ബ്രദറാണോ? അതെ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ? ഞാൻ ചോദിച്ചു എന്തിനാ ചേച്ചി? അതെ, എനിക്ക് മാസങ്ങളായിട്ട് ഡിപ്രഷനാണ്, ഒന്ന് പ്രാർത്ഥിക്കാവോ? അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി ബൈബിൾ എടുത്തുകൊണ്ട് പോവാ, ഉറക്കത്തിന് ബൈബിളുണ്ട്, ഡിപ്രഷൻ മാറാൻ ബൈബിൾ വായനമുണ്ട്. അതെയോ, എന്നാൽ ബ്രദർ പ്രാർത്ഥിക്ക്, ഞാൻ കിടന്നുറങ്ങട്ടെ. ഞാൻ പറഞ്ഞു, എൻ്റെ ഭാര്യ പറഞ്ഞു മനുഷ്യ അവിടെ കിടക്കുക, രാവിലെ 3 മണിക്ക് പോകണം. ഞാൻ പറഞ്ഞു ഇല്ലടി, ഈ ചേച്ചീനെ ഉറക്കിയിട്ടേ ഇന്ന് കിടക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞു ചേച്ചി ബൈബിൾ എടുത്തുകൊണ്ട് വാ, ബൈബിൾ ഉറങ്ങാൻ ഭയനമുണ്ട്. ചേച്ചി ഏതായാലും എടുത്തുകൊണ്ട് വന്നു. 2:45 ഞാൻ നോക്കാം 2:50. പ്രിയപ്പെട്ട വചനം എടുത്തിങ്ങനെ വായിച്ചു. ചേച്ചിയോട് വായിക്കാൻ പറഞ്ഞു. വായിച്ചുകൊണ്ടിരുന്ന സമയത്തോട് കർത്താവേ, ഈ വചനത്തിലൂടെ ഈ മകളുടെ ഡിപ്രഷൻ മാറട്ടെ, ഈ മകളുടെ ഉറക്കക്കുറവ് മാറട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച സമയത്ത് തന്നെ ഈ ചേച്ചി ഉറങ്ങിപ്പോയി. വലുതി പറയാമോ? ഹല്ലേലൂയ. പിറ്റേ ദിവസം രാവിലെ 8 മണിയായപ്പോൾ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദർ എന്നാ പണിയേ ചെയ്തേ? ഇതാ എൻ്റെ ഭാര്യ എഴുന്നേൽക്കുന്നില്ല. ഞാൻ പറഞ്ഞു എഴുന്നേക്കാൻ വേറൊരു വചനമുണ്ട്. അപ്പോൾ ചോദിച്ചു എന്നെ, ചേട്ടൻ ചോദിച്ചു അതിനതാ? ഞാൻ പറഞ്ഞു എഫേസ്യരുടെ ലേഖനം 5:14 ഉറങ്ങുന്നവനെ ഉണരുക എന്ന് പറഞ്ഞ് മരിച്ചവിടെ നിന്ന് എഴുന്നേക്കുക, ക്രിസ്തു നിന്നെ പ്രകാശിക്കും. അപ്പം ക്രിസ്തു ആരിലാണ് പ്രകാശിക്കുന്നത്? ദൈവവചനത്തിന് മുമ്പിൽ ഉറങ്ങിയിരിക്കുന്ന വ്യക്തിയിലാണോ? ആണോ? അല്ല. അപ്പം അടുത്തിരിക്കുന്ന വ്യക്തിയോടെന്ന് പറഞ്ഞ് ഉറങ്ങുന്നവനെ ഉണരുക എന്ന് പറഞ്ഞ്
മരിച്ചവിടെ നിന്ന് എഴുന്നേക്കുക, ക്രിസ്തു നിന്നി പ്രകാശിക്കും. അപ്പോൾ ഉറങ്ങാനും വചനമുണ്ട്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാനും വചനമുണ്ട്. വലതുതി പറയാമോ ഹല്ലേലൂയ? ശക്തിയോടെ പറയാമോ ഹല്ലേലൂയ? അഭിഷേകത്തോടെ പറയാമോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വചനം നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുത സൗഖ്യം എന്നറിയും. 3 തരത്തിലുള്ള കെട്ടുകൾ അഴിയും. നമ്മുടെ ശരീരത്തിന് മേലെ, മനസ്സിന് മേലെ, ആത്മാവിന് മേലെ ഏത് തിന്മയുടെ കെട്ടുകൾ വഴിയും. കാരണം ബൈബിളിൽ നമ്മളങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ലൂക്കാ 13:16 18 വർഷമായി സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന അബ്രാഹത്തിന്റെ മകളെ സാബത്ത് ദിവസം അഴിച്ചുവിടേണ്ടതില്ലല്ലോ. 18 വർഷമായി കൂനിയായിരുന്ന ഒരു വ്യക്തി നൂർന്നു, കർത്താവ് നൂർത്തി. കണ്ടോ? ചില കെട്ടുകൾ അങ്ങനെ ഉണ്ട്. ചില തലവേദന, വിട്ടുവിട്ട് തലവേദന, അതുപോലെ തന്നെ മൈഗ്രെയിൻ സംബന്ധമായ എല്ലാം ഭയങ്കരമായ ടെൻഷൻ. അവർക്ക് പറയാമോ ഹല്ലേലൂയ? വചനമേറ്റ് പറയുമ്പോൾ ടെൻഷൻ മാറും, ഡിപ്രഷൻ മാറും, രോഗങ്ങൾ മാറും. ശരീരത്തിന് വിടുതൽ കിട്ടും, ആത്മാവിന് വിടുതൽ കിട്ടും, മനസ്സിന് വിടുതൽ കിട്ടും. അവർക്ക് പറയാമോ ഹല്ലേലൂയ? 2 കരങ്ങൾ നന്നായി ഉയർത്തി ഒറ്റ വിളി വിളിച്ച് യേശുവേ.